ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ദ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലെ ഒരു ഇമ്പോർട്ടന്റ് ടേം ആണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്? ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിനു മുമ്പ് ഡിമാൻഡ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്തായിരുന്നു ഡിമാൻഡ്? എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു ബൈ എ പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അതാണല്ലോ ഡിമാൻഡ് എന്ന് പറയുന്നത്. എനിക്കൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ട്, ഞാൻ അതിന് ഏബിൾ ആണ്, എൻ്റെ കയ്യിൽ വാങ്ങാനുള്ള എമൗണ്ടും ഉണ്ട്, അത് വാങ്ങാൻ ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്, എന്നാലേ അതിന് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് വരണം, എന്നാലേ അതിന് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കതിന് ക്യാഷ് ഇല്ല, അത് ഡിമാൻഡ് വെക്കാൻ എനിക്ക് കഴിയില്ല. സോ ഇതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു, അതിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇലാസ്റ്റിസിറ്റി ആ ടേമിൽ തന്നെ ഉണ്ടല്ലോ, ചേഞ്ചസ് ആണ്. അപ്പൊ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഡിമാൻഡ് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിമാൻഡിൽ ചിലപ്പോൾ വർധനവ് ഉണ്ടാവാം, ചിലപ്പോൾ വർധനവ് ഉണ്ടാവില്ല, ചിലപ്പോൾ ആ കോൺസ്റ്റന്റ് രീതിയിൽ തന്നെ തുടങ്ങാം. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. എന്താന്ന് നോക്കാം. The price elasticity of demand is a ratio that show how much demand for a good or product changes when the prices of the product changes. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് ചേഞ്ച് ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റിന്റെ, അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യും. ചിലപ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യാം, ചിലപ്പോൾ ഡിമാൻഡ് കുറയാം, ചിലപ്പോൾ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആവാം. ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് പ്രൈസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രൈസ് കൂടുകയാണെങ്കിൽ അവിടെ ഡിമാൻഡ് കുറയും, പ്രൈസ് കുറയുകയാണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടും. ദർ ഇസ് എ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. പ്രൈസും ഡിമാൻഡും തമ്മിൽ എപ്പോഴും നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്. അത് നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ ഡിമാൻഡ് പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? ബട്ട് ദ ഇമ്പാക്ട് ഓഫ് ദി പ്രൈസ് ചേഞ്ചസ് ഈസ് നോട്ട് ഓൾവേസ് സെയിം. ഓൾവേസ് നോട്ട് സെയിം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ സമയത്തും പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഡിമാൻഡിനെ ഒരുപോലെ അല്ല എഫക്ട് ചെയ്യുക. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഡിമാൻഡ് നല്ല രീതിയിൽ കൂടാം, ചിലപ്പോൾ ഡിമാൻഡിന് ഒരു മാറ്റം ഉണ്ടാവില്ല. പ്രൈസ് കൂടി എന്ന് വിചാരിച്ചിട്ട് ഡിമാൻഡിന് ഒരു മാറ്റം ഉണ്ടാവില്ല, ചിലപ്പോൾ ഡിമാൻഡ് കുറയാം. അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഒന്ന് മെഡിസിൻ എന്ന് പറയുന്നത്. പ്രൈസ് ഓഫ് മെഡിസിൻ. മെഡിസിൻ ഇപ്പോൾ പ്രൈസ് കൂടുകയാണ്, നമ്മൾ വാങ്ങുന്നതിന്റെ അളവ് കുറയ്ക്കോ? ഇല്ല, ഡോക്ടർ നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ മെഡിസിൻ വാങ്ങും. ഇപ്പൊ 500 രൂപയുള്ള മെഡിസിൻ നാളെ 600 രൂപയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ പറഞ്ഞ അളവിൽ ആ മെഡിസിൻ വാങ്ങണം. കാരണം അത് നമുക്ക് ആവശ്യമുള്ളതാണ്, നമുക്കത് കഴിച്ചാലേ അസുഖങ്ങൾ മാറുള്ളൂ. അപ്പോൾ പ്രൈസ് ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഡിമാൻഡിനെ എഫക്ട് ചെയ്യില്ല. ഓക്കെ അല്ലേ? അങ്ങനെയാണ് പ്രൈസ് ഓഫ് ഫ്യൂവൽ ഉണ്ട്, പ്രൈസ് ഓഫ് ലക്ഷറി ഗുഡ്സ് എക്സെട്ര. ഇതൊക്കെ നോർമൽ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ? ഇനി നമുക്കിതിൽ മെയിൻ ആയിട്ട് കുറച്ച് ഡിഗ്രീസ് ഉണ്ട്, കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അത് നമുക്ക് നോക്കാം. അഞ്ചെണ്ണമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതൊന്ന് പഠിച്ചാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അതിനകത്ത് പറഞ്ഞത്. അതിലിപ്പം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ചിലപ്പോൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ബാക്കിയെല്ലാം ഒരു വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് ഒന്ന്, പിന്നെ ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്, ആൻഡ് ലാസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി ഒന്നാമത്തത് എന്താണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ളത് നോക്കാം. ക്ലിയർ? When the proportionate or percentage changes in quantity demanded is exactly equal to proportionate or percentage changes in price. ഇവിടെ പറയുന്ന നോക്കാം, പ്രൈസിലും ക്വാണ്ടിറ്റിയിലും അല്ലെങ്കിൽ ഡിമാൻഡിലും ഒരുപോലെയാണ് ഇവിടെ ചേഞ്ചസ് വരുന്നത്, ഈക്വൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. പക്ഷെ റിലേഷൻഷിപ്പ് എന്താണ്? നെഗറ്റീവ് ആണ്. അതായത് 10% പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം, അപ്പോൾ 10% തന്നെ ഡിമാൻഡ് അവിടെ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. മനസ്സിലായില്ല? ആ ചേഞ്ചസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ ആ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു സെയിം ആവും, ഈക്വൽ ടു പ്രൈസ് ആവും. പ്രൈസിനനുസരിച്ച് അതേ ചേഞ്ചസ് തന്നെ ആവും, അത് ഡിമാൻഡിനെ എഫക്ട് ചെയ്യുക എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നോക്കുക, 10% പ്രൈസ് ഡിക്രീസ് ചെയ്തു, അപ്പൊ എന്ത് ചെയ്യും? 10% ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യും. പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, പക്ഷെ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഫോർ ഇൻസ്റ്റൻസ്, a 10% fall in price of a commodity leads to 10% demand of the commodity. ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നിൽ കുറയുകയാണെങ്കിൽ നെക്സ്റ്റ് വണ്ണിൽ അത് കൂടും, സെയിം ആയിട്ട് തന്നെ കൂടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 10% 10, 15 ആണെങ്കിൽ 15, അങ്ങനെ എന്താണോ നമുക്ക് തരുന്ന വാല്യൂ അത് ഈക്വൽ ആയിട്ട് എഫക്ട് ചെയ്യും എന്നാണ് ഈ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ നമുക്ക് പറയാനുള്ളത്. സോ അതിന്റെ ഒരു ഗ്രാഫാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. ക്ലിയർ? എക്സ് ആക്സിസ് തന്നിട്ടുണ്ട്, വൈ ആക്സിസ് തന്നിട്ടുണ്ട്. വൈ ആക്സിസിൽ നമ്മൾ പ്രൈസ് ഡിനോട്ട് ചെയ്തു, എക്സ് ആക്സിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡും പ്ലേസ് ചെയ്തു. ഇനി നമ്മൾ എക്സാമ്പിൾസ് പറയാം. ഇവിടെ പ്രൈസിന് ഒരു 10 രൂപ ചേഞ്ചസ് വന്നിട്ടുണ്ട് വിചാരിക്കാം. സോ ഡിമാൻഡും 10% തന്നെ ഇവിടെ കുറയാണ്, അല്ലെങ്കിൽ 10 രൂപ വെച്ചിട്ട് തന്നെ ഇവിടെ കുറയാണ്.
റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ടല്ല പറയുന്നത്. ഇപ്പോൾ ഈക്വൽ ആയിട്ട് ചേഞ്ചസ് വരുന്നതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ 10% പ്രൈസ് ഇവിടെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതേ 10% ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇവിടെ ഡിക്രീസ് ചെയ്യും. ഇനി ജസ്റ്റ് ഓപ്പോസിറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ പ്രൈസ് ഡിക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. P1 നിന്ന് P0യിലേക്കാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ Q1 നിന്ന് Qയിലേക്ക് പോകും, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക, 10% ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ട് ഒരു കർവ് വരയ്ക്കും. ഇതിന് റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പിലാണ് നമുക്ക് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ഷേപ്പ് വരുന്നത്. സോ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡിന്റെ ഷേപ്പ് എന്താണെന്നുള്ളത് ചോദിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം, റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് അസംഷൻ പറഞ്ഞുകൂടെ നമുക്ക്, ക്ലിയർ. അപ്പോൾ ഈ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ED = 1 എന്ന ഒരു ഫോമിലാണ്. ED എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, സോ = 1. കാരണം എന്താ, ചേഞ്ചസ് ഈക്വൽ ആണ്. അതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്, ക്ലിയർ. ഇപ്പൊ ഈ പിക്ചർ നിങ്ങൾ എന്തായിട്ടും ട്രൈ ചെയ്യാം, ഇതൊന്ന് പഠിച്ചു വെക്കാം. എന്താവും അതിന്റെ ഷേപ്പ്, 10% കൂടുകയാണോ 10% കുറയാണോ, ഈ പിക്ചർ കണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ഈ പിക്ചർ എന്തായാലും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഇനി നമുക്ക് സെക്കൻഡ് അറിയാനുള്ളതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൈസിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാവും, അത് ഡിമാൻഡിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്, ക്ലിയർ. ഇതിനാണ് എൻ്റെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 2 ലക്ഷറി ഐറ്റംസ് ആണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇത് നിങ്ങളൊരു എക്സാമ്പിൾ പറയാണ്, ഈ പ്രോഡക്റ്റിന് വില കുറയാണ്. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ അല്ലെങ്കിൽ ആമസോൺ, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഓണം ഓഫർ, അങ്ങനെ കുറേ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ അതിനൊരു പ്രൊഡക്റ്റിന് വില കുറയാണ്. ഇപ്പൊ സാംസങ്ങിന് ഒരു വില കുറയാണ്. ഇപ്പൊ ഒരു 1 lakh ഉള്ള മൊബൈൽ ഫോണിന് നാളെ അത് ഒരു 90,000 ആവുകയാണെന്ന് വിചാരിച്ചോളാം. എന്ത് കൂടും, ഡിമാൻഡ് നല്ല രീതിയിൽ കൂടും. ആ പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനേക്കാൾ ഡിമാൻഡിന് ചേഞ്ചസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസ് ലെസ് ദാൻ പെർസെൻറ്റേജ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനേക്കാൾ കൂടുതൽ ഡിമാൻഡിന് മാറ്റങ്ങൾ വരുന്നു, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഡിനോട്ട് ചെയ്യുന്ന ലെസ് ദാൻ കണ്ടോ, അപ്പോൾ ഈ റൈറ്റ് സൈഡിലുള്ള ആൾക്ക് വാല്യൂ വലുതായിരിക്കും. അപ്പോൾ ഡിമാൻഡ് അവിടെ കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രൈസ് ചെറുതും ഡിമാൻഡ് കൂടുതലും. ഓക്കെ അല്ലേ? പ്രൈസ് ചെറുതും ഡിമാൻഡ് കൂടുതലും, അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രൈസിൽ ചെറിയ വ്യത്യാസമേ വരുന്നുള്ളൂ, പക്ഷേ അത് ഡിമാൻഡിനെ വലിയ രീതിയിൽ എഫക്ട് ചെയ്യും. ക്ലിയർ? അതാണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ലക്ഷറി ഗുഡ്സിന്റെ കാര്യമൊക്കെയാണ് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് നോക്കുക. പ്രൈസ് ഇപ്പോൾ ഇത് ഒരു ഐഫോണും ഒരു സാംസങ്ങും ആണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയുന്ന ഏത് എക്സാമ്പിൾസ്, ലക്ഷറി ഗുഡ്സ് ആവണമെന്നില്ല, ഏത് ഗുഡ്സ് ആണെന്ന് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് പ്രൈസിൽ ഉണ്ടാകുന്ന ചെറിയ ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ P1 നിന്ന് P2യിലേക്ക് മാറി. അപ്പൊ ഡിമാൻഡ് നോക്കൂ, ഇവിടെ നിന്ന് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുന്നില്ലേ? സോ പ്രൈസിൽ ഉണ്ടാവുന്ന ചെറിയ കുറവാകുമ്പോൾ അത് ഡിമാൻഡിനെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ ഇടയാക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ക്ലിയർ? അതാണ് ഇവിടെ ഗ്രാഫിൽ വന്നിട്ടുള്ളത്. അപ്പൊ X ആക്സിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്, Y ആക്സിൽ പ്രൈസും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ടുള്ള ചേഞ്ചസ് നമ്മൾ നോക്കുക. ഓക്കെ, എപ്പോഴും ഓപ്പോസിറ്റ് തന്നെയാണ് വരിക റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ പ്രൈസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡിമാൻഡിന് അത് വലിയ രീതിയിലാവും എഫക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ടാണ് ഇതിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ? ഒരു സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് ആണ് ഇതിൽ വരുന്നത്. ക്ലിയർ? അപ്പൊ ഇതാണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ചു യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, സെക്കൻഡ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി ഇലാസ്റ്റിക് ഡിമാൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് പഠിക്കണം, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് പഠിക്കണം. എന്താണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നുള്ളത് നോക്കാം. ഇവിടെ 2 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ഇത് നോക്കുക, സോൾട്ട് തന്നിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി തന്നിട്ടുണ്ട്. ഇത് തന്നിട്ടുള്ള എന്തിനാവും? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ സോൾട്ടിന് നാളെ ഇന്ന് പ്രൈസ് എന്ന് പറയുന്നത് 10 റുപ്പിയാണ്. 10 റുപ്പിയാണ് സോൾട്ടിന് പ്രൈസ് എന്ന് പറയുന്നത്. പക്ഷെ അതിനുള്ള ഡിമാൻഡ് പ്രൈസ് നാളെ 12 അല്ലെങ്കിൽ 15 രൂപയാണെന്ന് വെക്കുക. നമ്മൾ സോൾട്ട് ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയ്ക്കും? ഇല്ലല്ലോ, നമ്മൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് മീൻസ് that when the prices goes up, പ്രൈസ് കൂടിയാലും പ്രൈസ് ഉയർന്നു പൊങ്ങിയാലും കൺസ്യൂമേഴ്സ് ബൈയിങ് ഹാബിറ്റ് സ്റ്റേ അബൌട്ട് ദ സെയിം. കൺസ്യൂമറിന്റെ ബൈയിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റിൽ നിൽക്കും. സ്റ്റേ അബൌട്ട് ദ സെയിം എന്നാണ് പറയുന്നത്, വലിയ രീതിയിൽ എഫക്ട് ചെയ്യില്ല. ആൻഡ് വെൻ the prices goes down, ഇനി പ്രൈസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പോഴും അത് എന്തിനെ ബാധിക്കുന്നില്ല, കൺസ്യൂമേഴ്സ് ബൈയിങ് ഹാബിറ്റ് ഓൾസോ റിമൈൻ അൺചേഞ്ച്ഡ്, ഓൾസോ റിമൈൻ കോൺസ്റ്റന്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. കാരണം എന്താ, ഇനി ഉപ്പ് അല്ലെങ്കിൽ സോൾട്ടിന് തന്നെ വില നാളെ 5 രൂപയായി. നമ്മൾ നല്ല രീതിയിൽ സോൾട്ട് മേടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കോ? ഇല്ലല്ലോ, ഇതൊക്കെ പാകത്തിന് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇനി ഇലക്ട്രിസിറ്റിന്റെ കേസ് ആണെങ്കിലും അങ്ങനെയാണ്.
ഇലക്ട്രിസിറ്റിക്ക് നാളെ യൂണിറ്റിന് ഒരു 10 രൂപ അല്ലെങ്കിൽ 5 രൂപ കൂടി നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അളവ് ഒരു പരിധി വരെ കുറയ്ക്കും. പക്ഷെ നമുക്ക് എന്താണ് നെസസിറ്റി ആയിട്ടുള്ള ലൈറ്റ്സ്, ഫാന്, റെഫ്രിജറേറ്റർ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. അപ്പോൾ ഇത് രണ്ടിനും ഡിമാൻഡിന് കൂടുതൽ എഫക്റ്റ് വരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്രൈസ് കൂടിയാലും പ്രൈസ് കുറഞ്ഞാലും ഡിമാൻഡിന് അത് കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. അതിനെയാണ് നമ്മളിവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്, സോൾട്ട് ആൻഡ് ഇലക്ട്രിസിറ്റി. നിങ്ങൾക്ക് അറിയുന്ന എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ ഇവിടെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സ് ആക്സിൽ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡും വൈ ആക്സിൽ നമ്മൾ പ്രൈസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു പ്രൈസ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാണ്, 10 to 14 ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂയിലേക്ക് മാറുകയാണ്. അപ്പോഴും ഡിമാൻഡ് നോക്കുക, സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള അതിന് ചേഞ്ചസ് വരുന്നുള്ളൂ. ഒരു പരിധി വരെ വളരെ ചെറിയ മൈന്യൂട്ട് ചേഞ്ചസ് ആണ് അതിന് വരുന്നത്. അപ്പൊ പ്രൈസ് ആയിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്, ഡിമാൻഡ് അൺചേഞ്ച്ഡ് ആയിരിക്കും, കുറവായിരിക്കും. അതിനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പെർസെന്റേജ് ചേഞ്ചസ് ഇൻ പ്രൈസ് ലെസ് ദാൻ ചേഞ്ചസ് ഇൻ ദ ഡിമാൻഡ്, ED ലെസ് ദാൻ 1. ഇവിടെ നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1 എന്നാണ് പറയുന്നത്. ഒന്നിനേക്കാൾ ചെറുതായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ, അതായത് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇതിനനുസരിച്ച് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നുണ്ട്, മെത്തേഡ്സ് 4 മെത്തേഡ്സിൽ നമ്മൾ പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡിനെ ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സോ ഈ പിക്ചറും ഈ ഡിനോട്ട് ചെയ്യുന്ന ഈ സിമ്പലും നമ്മൾ മറക്കാൻ പാടില്ല. ക്ലിയർ? അപ്പോൾ ഇവിടെ പ്രൈസിനായിരിക്കും വലുത്, പ്രൈസ് വലുതും ആ ഡിമാൻഡ് അവിടെ ചെറുതുമായിരിക്കും. അതാണ് ഈ ഗ്രേറ്റർ ദാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്, പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ഗ്രേറ്റർ ദാൻ പെർസെന്റേജ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ED ലെസ് ദാൻ 1. ദെൻ ഈ പിക്ചർ ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്കാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. സോ അതിന്റെ നെക്സ്റ്റ് ആരായിരിക്കും? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും. ഇനി എന്താ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്? ഇവിടെ പറയുന്നുണ്ട് എ സ്ലൈറ്റസ്റ്റ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ലീഡ്സ് ടു ബി എ ലാർജസ്റ്റ് ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് കോൾഡ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലക്ഷറി ഗുഡ്സ്, ഇപ്പൊ ഗോൾഡ് ഒരു ലക്ഷറി ഗുഡ്സ് ആണല്ലോ, ഗോൾഡിന് ചെറിയ രീതിയിൽ പ്രൈസ് കുറയാണ്, അത് ഡിമാൻഡിനെ നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനാണ് കഴിയുന്നത്. നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും ഇവിടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. പക്ഷെ പ്രൈസ് എന്ന് പറയുന്നത് സ്ലൈറ്റസ്റ്റ് ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ കുറഞ്ഞ ചേഞ്ചസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഇല്ലെങ്കിലും ഡിമാൻഡ് അത് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യാനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, എക്സ് ആക്സിസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിമാൻഡ്, വൈ ആക്സിസ് നമ്മൾ പ്രൈസ് എന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൈസ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ പ്രൈസിൽ സ്ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചസേ വന്നിട്ടുള്ളൂ. പക്ഷെ അത് ഡിമാൻഡ് നോക്കുക, ഒരു എന്താ പറയാ പാരലൽ ആയിട്ട് എക്സ് ആക്സിന് പാരലൽ ആയിട്ടാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇത് നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് ഡിനോട്ട് ചെയ്യുന്നത് ED ഇൻഫൈനൈറ്റ് ആണ്, ED ഈക്വൽ ടു ഇൻഫൈനൈറ്റ്. ഇതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ലക്ഷറി ഗുഡ്സിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾസ് നിങ്ങൾ എടുത്ത് നോക്കുക. ക്ലിയർ? അപ്പോൾ എ സ്ലൈറ്റസ്റ്റ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ലീഡ്സ് ടു ബി എ ലാർജസ്റ്റ് ചേഞ്ചസ് ഇൻ ദ ക്വാണ്ടിറ്റി. പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനേക്കാൾ എവിടെ ചേഞ്ചസ് ഉണ്ട്? ഡിമാൻഡിന് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്ത് പോകും. ഓക്കെ, അതാണ് എക്സ് ആക്സിന് പാരലൽ ആയിട്ട് അത് ലൈൻ നീണ്ടു പോകുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ എക്സ് ആക്സിന് പാരലൽ ആയിരിക്കും ആരുണ്ടാവുക? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ നമ്മൾ കർവ് ആയിരിക്കുമ്പോൾ ഉണ്ടാവുക. ക്ലിയർ? അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ED ഈക്വൽ ടു ഇൻഫൈനൈറ്റ്, ED ഈക്വൽ ടു ഇൻഫൈനൈറ്റ്. ക്ലിയർ? അപ്പൊ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഓക്കെ ആണ്. ഇനി നെക്സ്റ്റ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അതായത് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. പിക്ചർ വരയ്ക്കുമ്പോൾ എങ്ങനെ പോകും? അത് നേരെ വെർട്ടിക്കലി ആയിട്ടായിരിക്കും ഡിമാൻഡ് ഉണ്ടാവുക. ഡിമാൻഡിന് അവിടെ ഒരു ചേഞ്ചസും വരുന്നില്ല, കോൺസ്റ്റന്റ് ആയിരിക്കും ഡിമാൻഡ്. പ്രൈസ് ചേഞ്ച് ചെയ്താലും ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഞാൻ തുടക്കത്തിൽ എക്സാമ്പിൾസ് പറഞ്ഞത് പ്രൈസ് ഓഫ് മെഡിസിൻ, അവിടെ എന്താണ്? മെഡിസിൻ പ്രൈസ് മാറുകയാണ്, പ്രൈസ് ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ പ്രൈസ് കുറയാം, അപ്പോഴെന്ത് മാറുന്നില്ല? ഡിമാൻഡ് മാറുന്നില്ല എന്ന് പറഞ്ഞു. ആ ഒരു എക്സാമ്പിൾ നമുക്ക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ നമുക്ക് ചൂസ് ചെയ്യാം. Okay അല്ലേ? Perfectly inelastic demand means that there is no changes in the quantity of the product demanded when the prices change. ഇവിടെ പ്രൈസ് എത്ര മാറിയാലും നമുക്ക് എന്ത് മാറുന്നില്ല? ഡിമാൻഡ് മാറുന്നില്ല, ഡിമാൻഡ് റിമൈൻസ് കോൺസ്റ്റന്റ്. ഫോർ എക്സാമ്പിൾ മെഡിസിൻ, വാട്ടർ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ എക്സ് ആക്സിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, വൈ ആക്സിസിൽ നമ്മൾ പ്രൈസും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി പ്രൈസ് വിടുന്ന Pയിൽ നിന്ന് P1ലേക്ക് ഇൻക്രീസ് ചെയ്യാണ്, ഒരു 20ഓ 30ഓ, ഇനി നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. അപ്പോഴും ഡിമാൻഡിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിനാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇൻസുലിൻ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചോളാം, അല്ലെ? മരുന്ന്, എന്തെങ്കിലും ഒരു അസുഖങ്ങൾക്കുള്ള മരുന്നാണ്.
അത് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യമല്ലേ. പ്രൈസ് കൂടിയെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ 300 രൂപ വിലയുള്ള മരുന്നാണ്, അത് നമുക്ക് പ്രൈസ് കൂടിയിട്ട് 400 രൂപയായി. പക്ഷെ നമുക്ക് എന്താണ് അളവ് കുറച്ച് വാങ്ങാൻ പറ്റും മരുന്നിന്? ഇല്ല. ആ പറഞ്ഞ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള മരുന്ന് നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഇപ്പൊ ഇൻസുലിന്റെ കേസ് ആണെങ്കിൽ അങ്ങനെ, അത് എന്തായാലും ആ വ്യക്തിക്ക് യൂസ് ചെയ്യേണ്ട മെഡിസിൻ ആണ്. സോ അത് ഡിമാൻഡിനെ എഫക്ട് ചെയ്യില്ല. ഇനി പ്രൈസ് അതിന് കൂടിയാലും എഫക്ട് ചെയ്യില്ല. ഇനി പ്രൈസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക, മെഡിസിന് പ്രൈസ് കുറഞ്ഞു, കുറെ ബൾക്കായിട്ട് നമ്മൾ സ്റ്റോക്ക് മേടിച്ചു വെക്കോ? ഇല്ല. സോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. പക്ഷേ ഡിമാൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും, പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും. അത്തരത്തിലുള്ള ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിനെയാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡിൽ ED = 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഡിമാൻഡിന് ചേഞ്ചസ് ഇല്ല, പ്രൈസിൽ മാറണുള്ളൂ. പ്രൈസ് ചിലപ്പോൾ കൂടാം, പ്രൈസ് ചിലപ്പോൾ കുറയാം, പക്ഷെ ഡിമാൻഡ് റിമൈൻ കോൺസ്റ്റന്റ്. ഇതാണ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. സോ നമ്മൾ ഈ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് പഠിച്ചു, അതിന്റെ 5 ഡിഗ്രീസ് പഠിച്ചു. ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ടേം എന്തായിരുന്നു? പ്രൈസിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് അത് ഡിമാൻഡിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നു, ഡിമാൻഡിൽ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഡിമാൻഡ് കൂടാൻ, ചിലപ്പോൾ ഡിമാൻഡ് കുറയാൻ, ചിലപ്പോൾ ഡിമാൻഡ് മാറ്റം ഉണ്ടാവില്ല. ഓൾവേസ് നോട്ട് സെയിം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും. പ്രൈസ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് അവിടെ കുറഞ്ഞിരിക്കും. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതിന്റെ ഡിഗ്രീസ് ഓഫ് ക്ലാസിഫിക്കേഷൻസ്, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി. ഒന്ന് നമ്മൾ പഠിച്ചു യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ് ആൻഡ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി ഇത് മറക്കാൻ പാടില്ല. അത്രയും ക്ലിയർ ആയിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും സെക്കൻഡ് ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. സോ താങ്ക് യു.